അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. ഈ വർഷത്തെ ബറാഅത്ത് രാവ് വരവായി. ലോക മുസ്ലിമീങ്ങൾ വളരെ ആവേശത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഒരു വർഷമായി കാത്തിരിക്കുന്ന വളരെ വിശേഷപ്പെട്ട പവിത്രമേറിയ സവിശേഷമായൊരു ദിവസമാണ് മഹത്തായ ബറാഅത്ത് ദിനം, ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. വളരെ ആഗ്രഹത്തോടുകൂടെ നാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ ബറാഅത്ത് രാവിലേക്ക് കൂടെ നമുക്ക് ആയുസ്സിന് നീട്ടിത്തരാനിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് അന്നത്തെ രാത്രിയിൽ നാം എന്തെല്ലാം ചൊല്ലണം, യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അന്നത്തെ രാത്രിയിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ബറാഅത്ത് രാവ്, ഈ വർഷത്തെ ബറാഅത്ത് രാവിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട എല്ലാ കർമ്മങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. ഇത് നിങ്ങൾ കണ്ട് ഇതിലുള്ളതുപോലെ ചെയ്താൽ ഈ വർഷത്തെ ബറാഅത്ത് രാവ് കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ ബറാഅത്തിൻ്റെ തൊട്ട് മുമ്പും ഇതുപോലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി ബറാഅത്ത് രാവിൽ നാം ചെയ്യേണ്ടത് എന്തെന്ന് വളരെ വ്യക്തമായി നാം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്തവരാണ്, പലരും വിട പറഞ്ഞു പോയവരുണ്ട്. അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ഈ വർഷത്തെ ബറാഅത്തിലേക്ക് നമുക്ക് ആയുസ്സിന് നീട്ടിക്കിട്ടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന ഈ രാത്രിയിൽ നാം ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിട്ടുള്ളത്. ഒരു വർഷം നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നിർണയിച്ച് തീരുമാനിച്ച് അത് കൈകാര്യം ചെയ്യുന്ന മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മഹത്തായ രാവാണ് ബറാഅത്തിൻ്റെ രാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദിവസം 3 യാസീൻ പ്രത്യേകമായി നാം ഓതുന്നത്. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കുമ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഖൈറുണ്ടായിരിക്കണം, അപകടങ്ങൾ ഉണ്ടായിരിക്കരുത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കരുത്. അതാണ് പണ്ടക്കും മുതലേ പൂർവ്വകാലം മുതലേ 3 യാസീൻ ഓതൽ പതിവായി വന്നത്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകും. ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റുന്ന കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെ വിശ്വാസികൾക്ക് നരകമോചനം നൽകുന്ന മഹത്തായ ബറാഅത്ത് രാവ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലെല്ലാം ഉണ്ട്. ബറാഅത്ത് രാവിൽ ചെയ്തിരിക്കേണ്ട എന്താണ് ബറാഅത്ത് രാവ്, എന്തിനാണ് ബറാഅത്ത് രാവ്, എന്തിനാണ് നാം അവിടെ യാസീൻ ഓതുന്നത്, എല്ലാം കൃത്യമായി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ഞായറാഴ്ച ബുക്ക് ചെയ്ത് ലിസ്റ്റിൽ പേര് വന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്ന മക്കളുടെ, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാണ് അറിയിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ പുണ്യരാവിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പുതുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവർ പ്രത്യേകം സഹായിച്ചാൽ ബറാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ദുആ ചെയ്യുമ്പോൾ, ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട രാത്രികളിലൊക്കെ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം ഉൾക്കൊള്ളാൻ സാധിക്കും. 50 പേർക്ക്, 20 പേർക്ക്, 10 പേർക്കൊക്കെ നോമ്പുതുറ ഏറ്റെടുക്കാൻ കഴിയുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ, ഇൻഷാ അല്ലാഹ് ഈ പോസ്റ്ററിലൊക്കെ നമ്പറുണ്ട്, അതാണ് വാട്സപ്പ് നമ്പറും എല്ലാ നമ്പറും, അതിൽ നിങ്ങൾ അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. എന്താണ് പ്രിയമുള്ളവരെ ബറാഅത്ത് രാവിൻ്റെ മഹത്വം? നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വിഷയവും ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി എല്ലാം മനസ്സിലാക്കി തരുന്നത്. എന്താണ് പ്രിയമുള്ളവരെ ബറാഅത്ത് രാവിൻ്റെ മഹത്വം? ബറാഅത്ത് രാവ് അനുഗ്രഹീത രാവാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ രാത്രിയാണ് പ്രിയമുള്ളവരെ ബറാഅത്ത് രാവ്. അത് ബറക്കത്താക്കപ്പെട്ട രാത്രി, അനുഗ്രഹീത രാത്രി എന്നാണ് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് അതിൻ്റെ അർത്ഥം. ബറാഅത്തിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ വരുന്നത്. എണ്ണമറ്റ ജനങ്ങൾക്ക് ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ ലോകത്ത് നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് അത് കൈകാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ് ബറാഅത്ത് രാവ്. അതുകൊണ്ട് തന്നെ പാപമോചനത്തിനും കാരുണ്യവർഷത്തിനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ദിവസമാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഹാനിൽ നമുക്ക് കാണാം, ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം. നിർണയ രാത്രി, കാര്യങ്ങൾ തീരുമാനിക്കുന്ന രാത്രി എന്നാണ് ആ രാത്രിയുടെ പേര്. ഒരു വർഷം നടക്കേണ്ട എല്ലാ കാര്യങ്ങളും, അവനിക്ക് അപകടങ്ങൾ സംഭവിക്കുമോ, അവനക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുമോ,
എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരും. ഈ സംഭവങ്ങൾ മുഴുവനും നിർണയിച്ച് അത് കൈകാര്യകർത്താക്കളാകുന്ന ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അതിവിശിഷ്ടമായ പവിത്രവും പരിഭാവനവുമായ രാവ്. അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ മുതലേ ഈ ഒരു രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മദ്രസകളിലും പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് പ്രത്യേക മജ്‌ലിസുകൾ പണ്ടൊക്കെ മുതലേ ഉണ്ട്. ഇപ്പോഴാണ് അതൊക്കെ കുറഞ്ഞു പോയതെന്ന് തോന്നുന്നു അല്ലേ? ഇതിലൊക്കെ അത്തരം മജ്‌ലിസുകളിൽ നേരിട്ട് പങ്കെടുത്ത ഒരുപാട് ഉപ്പമാർ അവർക്ക് അവരുടെ ഓർമ്മകൾ അയവിറക്കാനുണ്ടാകും. അന്ന് പ്രത്യേക പലഹാരങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഓർമ്മകൾ ഉണ്ടാകും അല്ലേ? നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇവിടെ എഴുതി അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയിലെ ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ അത് വായിച്ചു വെക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കുകയാണ്. ഉമ്മമാർക്ക് എഴുതാൻ അറിയാത്തവർ എഴുതാൻ അറിയുന്നവരെ കൊണ്ട് എഴുതി അറിയിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ നമുക്കും അത് വലിയ അനുഭൂതി ലഭിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബറാഅത്ത് രാവിൻ്റെ അനുഭവങ്ങളും നിങ്ങളുടെ നാട്ടിലെ നടപ്പുകളൊക്കെ നിങ്ങളൊന്ന് എഴുതി അറിയിക്കും. അപ്പോൾ അന്നത്തെ ദിവസമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, എല്ലാ കാര്യങ്ങളും അന്നാണ് തീരുമാനിക്കുന്നത് ഒരാളുടെ. അപ്പോൾ അവരോട് സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ ലൈലത്തുൽ ഖദറിലാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് രാവ് ലൈലത്തുൽ ഖദർ അല്ലേ എന്നൊരു സംശയം ഉണ്ടാകും. അപ്പോൾ ബറാഅത്ത് രാവിൻ്റെ പ്രത്യേകത എന്താണ്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുക, നമ്മളെല്ലാം പഠിച്ചു ചെയ്യുക. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കാര്യങ്ങൾ പകർത്തിയെടുക്കാൻ തുടങ്ങുന്നത് അത് ബറാഅത്ത് രാവിനാണ് എന്നും അത് അവസാനിക്കുന്നത് ലൈലത്തുൽ ഖദറിനാണ്. ആദ്യത്തെയും അവസാനത്തെയും പരിഗണിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീരുമാനത്തിൻ്റെ തുടക്കം ബറാഅത്ത് രാവിലാണ്, അത് അവസാനിക്കുന്നത് ലൈലത്തുൽ ഖദറിനാണ്. അങ്ങനെയാണ് മഹാന്മാർ അതുമായി ബന്ധപ്പെട്ട് നമ്മോട് വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ലൈലത്തുൽ ഖദറും ലൈലത്തുൽ ബറാഅയൊക്കെ സവിശേഷമായ ദിവസങ്ങളാണ്. പ്രഭാതം വരെ നന്മ ചെയ്യുന്ന രാവാണ് മഹത്തായ ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിനെ ആരാധനകളെ കൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ബറാഅത്തിൻ്റെ പകൽ പ്രത്യേകമായി നോമ്പെടുക്കണം. പാപമോചനവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും റബ്ബിനോട് ചോദിച്ച് വാങ്ങിക്കണം. ബറാഅത്ത് വരെ കാരുണ്യം വർഷിക്കുന്ന പുണ്യരാവാണ് പ്രഭാതം വരെ. അന്നത്തെ രാത്രിയിൽ പ്രഭാതം വരെ പുണ്യം ലഭിക്കുന്ന ഉത്തരം ലഭിക്കുന്ന കാരുണ്യം ഭൂമിയിലുടനീളം വർഷിക്കുന്ന മഹത്തായ രാവാണ് ബറാഅത്ത് രാവ്. അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ഷഅബാനിൻ്റെ പകുതിയായി കഴിഞ്ഞാൽ, അതിൻ്റെ രാവായി കഴിഞ്ഞാൽ, 15-ാം രാവായി കഴിഞ്ഞാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ, അതിൻ്റെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കുവിൻ, പകല് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുവിൻ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബിശ് ശംസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക്, ആകാശലോകത്ത് നിന്ന് ഇലാ സമാഇ ദുനിയാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അവൻ്റെ ഒരു നുസൂൽ, അവൻ്റെ ഇറക്കമുണ്ടാകും. അങ്ങനെ ഇറങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഖൂൽ അലാ മിൻ മുസ്തഗ്ഫിരിൻ ലീ ഫഅഗ്ഫിറ ല, ആരാണ് പാപമോചനം തേടുന്നത് അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുകയാണ്. അലാ മുസ്തർസിഖും ഫർസുഖ, ആരാണ് റിസ്ഖിനെ ചോദിക്കുന്നത്, ആരാണ് ജീവിതത്തിൽ വിശാലത ലഭിക്കുന്നതിനെ ചോദിക്കുന്നത്, ആരാണ് ഭക്ഷണത്തിന് ചോദിക്കുന്നത്, ആരാണ് അവൻ്റെ ആയുരാരോഗ്യത്തെ ചോദിക്കുന്നത്, അത് ഞാൻ അവർക്ക് നൽകുമെന്ന് അല്ലാഹു പറയുകയാണ്. അലാ മുബ്തലൻ ഫഉആഫിയഹു, ആരാണ് ഈ ഭൂമി മണ്ണിൽ എവിടെയെങ്കിലും പരീക്ഷിക്കപ്പെടുന്നവര്, ആരാണ് ഈ ഭൂമി മണ്ണിൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ആരാണ് തലക്ക് മീതെ താങ്ങാനാകാത്ത വലിയ പ്രതിസന്ധികളുമായി കടന്നു പോകുന്നത്, അവനക്ക് ഞാൻ ആഫിയത്ത് നൽകും. അലാ കഥാ, ആരാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നത് അവർക്കെല്ലാം ഞാൻ ആഫിയത്ത് നൽകും, അവരുടെ എല്ലാം പ്രയാസങ്ങൾ ഞാൻ തീർത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഭൂമി ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹങ്ങളും റഹ്മത്തുകളും വർഷിക്കുന്ന അതിമഹത്തായ രാവാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അലിയാർ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് അന്നത്തെ രാത്രി ഹയാത്താക്കണം, അന്നത്തെ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. പുത്തൻവാദികൾ, നവീനവാദികൾ, മുജതബഈസങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയിട്ടുള്ള ഇവിടെയുള്ള പുത്തൻവാദികളൊക്കെ ഇതിനെ നിഷേധിക്കുന്നവരാണ്. നിങ്ങൾ അവരുടെ ചതികളിലൊന്നും പെട്ടേക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവരങ്ങനെ തർക്കിച്ചു പോകട്ടെ. നമുക്ക് പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ഈ ദീനിൻ്റെ തനിമ അതങ്ങനെ നിലനിർത്തി നമുക്ക് ഈ ഭൂമി മണ്ണിൽ മരിക്കുന്നത് വരെ സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അന്നത്തെ ദിവസം ബറാഅത്തിൻ്റെ അന്ന് പ്രത്യേകമായിട്ട് നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ ഉണ്ട്. മഹാന്മാരൊക്കെ പ്രത്യേകമായിട്ടത് ഫത്വ കൊടുത്തിട്ടുണ്ട്, നോമ്പെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ബറാഅത്ത് രാവിൻ്റെ അന്ന് പ്രത്യേക മജ്ലിസ് ഉണ്ടാകും, അന്ന് മഗ്രിബിന് ശേഷം. ഈ വർഷത്തെ ബറാഅത്ത് രാവ് എന്നാണ് അത് 14-ാം തീയതി വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രിയാണ്. 14-ാം തീയതി മഗ്രിബോടുകൂടെയാണ് ബറാഅത്ത് രാവ് ആരംഭിക്കുന്നത്. ഫെബ്രുവരി 14-ാം തീയതി മഗ്രിബോടുകൂടെ. നോമ്പ് ശനിയാഴ്ച ഫെബ്രുവരി 15, ഷാബാൻ 15-നാണ്. ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇംഗ്ലീഷ് ഡേറ്റും അറബിക് ഡേറ്റും ഒരേപോലെയാണ്. ഇംഗ്ലീഷ് ഡേറ്റ് ഇന്നിപ്പോൾ 12ആണ്, ഇന്ന് 13ആണ് അല്ല, ഇന്ന് 13, അങ്ങനെ ഇന്നലെ 12, വെള്ളിയാഴ്ച, വ്യാഴാഴ്ച 13, വെള്ളിയാഴ്ച 14, ബുധനാഴ്ച 12, ഇങ്ങനെ കറക്റ്റ് ഇംഗ്ലീഷ് ഡേറ്റിനനുസരിച്ചാണ് പോകുന്നത് കേട്ടോ. ഈ വർഷത്തെ ഷാബാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ഈ ഷാബാനിൻ്റെ രാവിന് ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് ഉറപ്പുള്ള രാവാണ്. എന്താ കാരണം എന്നറിയണോ? മഹാനരായ നമ്മുടെ ഇമാം, മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാൽ, 5 രാത്രികളിൽ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള രാത്രികളുണ്ട്. അതിലൊന്ന് ഫീ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവാണ്, നമുക്കറിയാം. മറ്റൊന്ന് ലൈലത്തുൽ അദ്ഹ, അത് ബലിപെരുന്നാൾ രാവാണ്. മറ്റൊന്ന് ലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ രാവാണ്. മറ്റൊന്ന് വഅവ്വലി ലൈലത്തിൻ മിൻ റജബ്, റജബിൻ്റെ ആദ്യത്തെ രാവാണ്. അവസാനമായിട്ട് അതിലെണ്ണിയത് വൈലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിൻ്റെ പകുതിയിലെ രാവാണ്. അപ്പോൾ 5 രാത്രികളിൽ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള 5 രാത്രികളിൽ ഒരു രാത്രിയാണ് മഹത്തായ ബറാഅത്ത് രാവ്. അന്ന് ദുആക്ക് ഇജാബത്തുണ്ട്. അന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്, എല്ലാം ഈ വീഡിയോയിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് അന്നത്തെ മജ്ലിസിൽ, അന്നത്തെ രാവിലെ ഇരുന്ന് ചൊല്ലുന്നുണ്ട്. നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കുക. ഈ ചാനലിൽ തന്നെ അതിൻ്റെ ലിങ്ക് വരും, അതിൻ്റെ ലൈവ് ആ സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു, ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇതിനോട് കൂടെ കേട്ട് ചൊല്ലാവുന്നതാണ്. അന്ന് നരകമോചനത്തിൻ്റെ രാത്രിയാണ്. ബറാഅത്ത് രാവിൻ്റെ അന്ന് ഒരുപാട് ആളുകളെ നരകമോചനം നൽകുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ദോഷങ്ങളൊക്കെ പുറത്ത് നമുക്ക് വലിയ മോചനം ലഭിക്കാൻ കാരണമാകും. ഏറ്റവും കൂടുതൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് തന്നെ അന്നത്തെ അത് ഏറ്റവും കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെ വിശ്വാസികൾക്ക് നരകമോചനം നൽകുന്ന രാത്രിയാണെന്ന്. അപ്പോൾ എന്താണ് ഈ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെന്ന് പറയാൻ കാരണം എന്നറിയോ? ഇതിനെക്കുറിച്ച് അങ്ങനെയാണ് പ്രയോഗിച്ചത്. ഹബീബായ തങ്ങളുടെ ചില പ്രയോഗങ്ങളൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളിലൂടെ പറയും. അപ്പോൾ ഈ ഒരു ദിവസത്തെ രാവിൻ്റെ നരകമോചനം നൽകപ്പെടുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞത് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെന്ന. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ചിലപ്പോൾ പറയാറുണ്ട് ദോഷങ്ങൾ പൊറുക്കും. എങ്ങനെ ദോഷങ്ങൾ? സമുദ്രത്തിലെ നുരയുടെ കണക്കനുസരിച്ച് അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പോൾ അത്ര ദോഷങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ദോഷങ്ങൾ. അപ്പോൾ ചില ഉദാഹരണങ്ങളിലൂടെയാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ബറാഅത്ത് രാവിനെക്കുറിച്ച് ആർക്കൊക്കെ മോചനം നൽകും, എത്ര ആളുകൾക്ക് മോചനം നൽകും എന്നിടത്ത് പ്രത്യേകം പറഞ്ഞതാണ് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെ. എന്താണ് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെന്ന് പറഞ്ഞാൽ അതൊരു ഖബീലത്തി ബനീ കൽബ്. അത് കൽബ് ഗോത്രക്കാരുടെ ഒരു കൽബ് ഗോത്രം ഒരു ഗോത്രമാണ്. വഹസ്വഹും ലിഅന്നഹും അക്സറു ഗനമൻ മിൻ സായിരിൽ അറബ്. അറബികളിലെ ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്നത് അത് കൽബ് ഗോത്രക്കാർക്കായിരുന്നു.
ആ ആടുകൾക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ആടുകൾക്ക് ധാരാളം രോമങ്ങളാണ്. അപ്പോൾ കൽബ് ഗോത്രക്കാരാണ് ഏറ്റവും കൂടുതൽ അറബികളിൽ ആടുകൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ ആടുകളുടെ രോമങ്ങളും ഭയങ്കര നിബിഡമായ ആടുകളാണ്. അതുകൊണ്ട് പെരുപ്പത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹബീബായ തങ്ങൾ അങ്ങനെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റുന്ന കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം തുല്യം, രോമത്തിന് തുല്യം, രോമം കണക്കെ വിശ്വാസികൾക്ക് നരകമോചനം നൽകപ്പെടുന്ന മഹത്തായ രാവ്, അതാണ് പ്രിയമുള്ളവരെ ബറാഅത്ത് രാവ്. അവിടെയും നാം ശ്രദ്ധിക്കണം. ഈ ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക്, ദിക്റിലായി കഴിയുന്നവർക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നു പറഞ്ഞെടുത്ത് ചില ആളുകൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് കിട്ടത്തില്ല, അത് നൽകപ്പെടൂല. ആ ആളുകളിൽ അവരുടെ എണ്ണം വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ പല രൂപത്തിലുണ്ട്. നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ആ വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിൽ ബറാഅത്ത് രാവിൻ്റെ മുമ്പ് തന്നെ ആ വിഭാഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കണം. അത്തരം ആളുകൾക്ക് നരകമോചനം ലഭിക്കുന്ന ബറാഅത്ത് രാവിൽ അള്ളാഹു പരിഗണിക്കുകയേയില്ല. ലാ യൻളുറുല്ലാഹു ഫീ ലൈലത്തിൽ ബറാഅത്തിൻ്റെ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂല, മുശ്രിക്കിലേക്ക് നോക്കൂല. ബഹുദൈവ വിശ്വാസികളെ, ഏകനായ ഇലാഹിൽ വിശ്വസിക്കുന്നവരിലേക്കാണ് ഈ ഗുണങ്ങൾ മുഴുവനും ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ദൃഢമാക്കണം. അന്യമതങ്ങളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലും നാം ഇടപെടരുത്. നമ്മുടെ ഈമാന് നഷ്ടപ്പെടുത്തരുത്. ഈമാന് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം സവിശേഷമായ ദിവസങ്ങളിലെ ഓഫറുകൾ നമുക്ക് ലഭിക്കില്ല. മറ്റൊന്ന്, വല ഇല മുഷാഹിനിൻ, മുഷാഹിൻ, ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല, ഒരാളോടും വിദ്വേഷമുണ്ടാകാൻ പാടില്ല, ഒരാളെയും ഒരു നിലക്കും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയം പ്യൂരിഫൈ ചെയ്യപ്പെട്ട് ശുദ്ധിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാകാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്ന്, വല ഇല ഖാത്തിഇ റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചയാളുകൾക്ക്, അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അന്നത്തെ നോട്ടമുണ്ടാകൂല. എളാപ്പയോട്, മൂത്താപ്പയോട്, അമ്മായിയോട്, കുടുംബാംഗങ്ങളോട്, ഉമ്മയുടെ വീട്ടിലെ കുടുംബാംഗങ്ങളോട്, ഉപ്പയുടെ വീട്ടിലെ കുടുംബാംഗങ്ങളോട്, ഇങ്ങനെയുള്ള പരസ്പരം വിദ്വേഷത്തോടുകൂടെ കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾ, അങ്ങനെ വിച്ഛേദിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അന്നത്തെ രാത്രിയിൽ ഉണ്ടാകില്ല. ഈ പറയപ്പെട്ട ഗുണങ്ങളൊന്നും അവർക്ക് ലഭിക്കില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, വസ്ത്രം അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവനിലേക്ക് ഉണ്ടാകത്തില്ല. വലയില ആഖില്ലി വാലിദൈഹി, ചോരനീരാക്കി വളർത്തിയ പിതാവിനെയും നൊന്തു പ്രസവിച്ച ഉമ്മയെയും പരിഗണിക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ നോട്ടം അന്നത്തെ ദിവസം ഉണ്ടാകില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, മുദ്മിനുൽ ഖംർ, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ. ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ വിഭാഗങ്ങളിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. എല്ലാത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. എന്നാലാണ് ഈ രാവിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുക. കുറേ ചൊല്ലിയതുകൊണ്ടോ പറഞ്ഞുകൊണ്ടൊന്നും ലഭിക്കില്ല. ഇതിൽ നിന്നൊക്കെ മാറി നിന്നാലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൽ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ആഖുല്ലി വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടുകൂടെ പറഞ്ഞതാണ്. ഈ ദുനിയാവിൽ വെച്ച് എല്ലാ ശിക്ഷകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല യുഅഖിറുഹാ ഇലാ മാഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയൊക്കെ പിന്തിപ്പിക്കും എന്നുള്ളതാണ്. ഇലാ യൗമിൽ ഖിയാമ, പരലോകത്തേക്ക്. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ചതൊഴികെ, ബുദ്ധിമുട്ടാക്കിയതൊഴികെ, അത് ദുനിയാവിൽ വെച്ച് തന്നെ യുഅജ്ജിലുഹാ ഫിൽ ഹയാത്തി ഖബ്ലൽ മമാത്ത്, അത് മരണത്തിൻ്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ തിക്തഫലം അവൻ അനുഭവിച്ചേ അവൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങൂ. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഞങ്ങൾ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഉമ്മയിപ്പം മരണപ്പെട്ടിട്ടുണ്ട്. പോം വഴിയുണ്ട്, അതിന് പരിഹാരമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ആരെങ്കിലും വിഷമിപ്പിച്ച് വേദനിപ്പിച്ചിട്ട് അവരെ തൃപ്തിയില്ലാതെയാണ്, മക്കളെ ഒരു തൃപ്തിയില്ലാന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവരെ തൃപ്തി നേടിയെടുക്കാൻ ഒരു പോം വഴിയുണ്ട്. നമ്മൾ മുമ്പ് പല വീഡിയോസുകളിലും അത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ബറാഅത്ത് രാവ് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അന്നത്തെ ദിവസം പ്രധാനമായി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളത്. നമുക്കൊക്കെ അറിയാം, പണ്ടൊക്കെ മുതലേ ചെയ്തു വരുന്നതാണ്. പണ്ടൊക്കെ മുതലേ അങ്ങനെ ചെയ്തു വരുന്നതാണ്. സൂറത്ത് യാസീൻ 3 തവണ പാരായണം ചെയ്യണം. ആ 3 തവണയും ഒരു പ്രത്യേക നിയ്യത്തോടു കൂടെയാണ് പാരായണം ചെയ്യേണ്ടത്. അത് എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്? അത് മഗ്രിബിന് ശേഷമാണോ അതല്ല അസ്റിന് ശേഷമാണോ? ഇൻഷാ അല്ലാഹ് അതെല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പം 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. അന്നാണല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ വരാൻ. ഒന്നാമത്തത് ബിഖിറാഅത്തി സൂറത്തി യാസീൻ ഫിൽ ഊലാ. ഒന്നാമത്തതിൽ ഓൻ എന്തിനെ ചോദിക്കണം അള്ളാഹുവിനോട്? അൽ ബറക്കത്ത വയസ്അലുല്ലാഹ തആല ബിഖിറാഅത്തി സൂറത്തി യാസീൻ ഫിൽ ഊലാ അൽ ബറക്കത്ത ഫിൽ ഉംർ. ആയുസ്സിലുള്ള ബറക്കത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാവണം എന്ന നിയ്യത്തിൽ ഒരു യാസീൻ ഓതുമ്പോൾ നമ്മുടെ ആയുസ്സിൽ വലിയ ദീർഘായുസ് ലഭിക്കാൻ കാരണമാകും. ഒഫി സാനിയത്തി അൽ ബറക്കത്ത ഫി റിസ്ഖ്. രണ്ടാമത്തിൽ റിസ്ഖിൽ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് ഹുസ്നുൽ ഖാത്തിമ. എങ്ങനെ ഈ ലോകത്ത് ജീവിച്ചാലും നമുക്ക് അന്ത്യം നന്നായി, ആഖിബത്ത് നന്നായി മരണപ്പെടണം. അപ്പം 3 യാസീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഓതുന്നതെന്ന് പറഞ്ഞു അല്ലേ? കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചു 3 യാസീന്. ഞാനൊരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ആയുസ്സിൽ നിങ്ങൾ കാണുന്നുണ്ടാവൂലേ, ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ദീർഘായുസ്സും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് സമ്പത്ത്, സന്താനങ്ങൾ, വീട്, കുടുംബം എന്നിവയിലൊക്കെ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന് നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം. യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അദബുകളും മര്യാദകളും ഉണ്ട് കേട്ടോ. യാസീൻ ഓതുമ്പോൾ നമ്മൾ ആ യാസീൻ്റെ ഇടയിൽ ഭൗതികമായ ഒരു സംസാരങ്ങളും സംസാരിക്കാതെയാണ് ആ യാസീൻ ഓതേണ്ടത്. അത് മഹാന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ യാസീൻ ഓതുന്ന സമയത്ത് അന്യ സംസാരങ്ങൾ സംസാരിക്കരുത്. അന്യ സംസാരങ്ങൾ സംസാരിക്കാതെയാണ് ആ യാസീൻ ഓതേണ്ടത് എന്ന് മഹാന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചില കിതാബുകളിലൊക്കെ അത് കാണാവുന്നതാണ്. യാസീൻ ഓതുമ്പോൾ 3 യാസീനുകൾ അത് തുടരെ ഓതണമെന്നും ആ തുടരെ ഓതുന്ന യാസീനുകൾക്കിടയിൽ അജ്നബിയായ കലാമുകൾ ഉണ്ടാകാൻ പാടില്ല. അജ്നബിയായ കലാമില്ലാതെയാണ് ആ യാസീൻ ഓതേണ്ടത് എന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ വെച്ച് ഓതുമ്പോൾ കൃത്യമായിട്ടത് പറഞ്ഞുതരും. എങ്ങനെയാണ് ഓതേണ്ടത്, എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത്, ആ നീയത്ത് നിങ്ങൾ വെക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നൊക്കെ ഓരോ യാസീൻ ഓതുന്നതിൻ്റെ മുമ്പ് നമ്മൾ പ്രത്യേകം പറഞ്ഞു തന്നിട്ടാണ്, നീയത്ത് നിങ്ങളെ കൊണ്ട് വെപ്പിച്ചിട്ടാണ് നമ്മൾ ഓതുക. കിതാബുകളിലൊക്കെ കാണാം, യഖ്റ അൽ ഇൻസാൻ ബൈന സ്വലാത്തയിൽ മഗ്രിബി വൽ ഇഷാ മഗ്രിബിൻ്റെ ഇടയിലാണ് അവൻ ഓതേണ്ടത് സൂറത്ത് യാസീൻ സൂറത്തിനെ ബി തമാമിഹ പൂർണ്ണമായും ഓതണം. സലാസ മറാത്തിൻ മുതവാലിയൻ തുടരെ 3 തവണയായി ഓതണം. ഇടയിൽ ഗ്യാപ്പില്ലാണ്ട് തുടരെയായിട്ട് 3 തവണ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. അവിടെ തന്നെ കാണാം മിൻ ഗൈരി കലാമിൻ അജ്നബിയായ ഒരു കലാം, ഒരു സംസാരം, ഭൗതികമായ ഒരു സംസാരവും ഉണ്ടാകാൻ പാടില്ല. ഫി അസ്നാ ഇദാലിക, അതിൻ്റെ ഇടയിൽ. അങ്ങനെയാണ് അവൻ ഓതേണ്ടത്. എന്നിട്ട് നിയ്യത്തുകൾ വെക്കേണ്ട രൂപം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സൂറത്ത് യാസീൻ കൃത്യമായിട്ട് പാരായണം ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മളത് മജ്ലിസിൽ വെച്ച് ഓതുമ്പോൾ പ്രത്യേകം പറയും. നിങ്ങളൊക്കെ മജ്ലിസിൽ പ്രത്യേകമായിട്ട് പങ്കെടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൽ നിന്ന് പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകി ഓതാം. അപ്പോൾ അങ്ങനെ തെറ്റുകൂടാതെ യാസീൻ ഓതിയാൽ വലിയ ബറക്കത്ത് ലഭിക്കും നമുക്ക്. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സൂറത്തു ദുഹാൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തു ദുഹാൻ 1 തവണ പാരായണം ചെയ്താൽ മതി. സൂറത്തു ദുഹാൻ അത് 44-ാമത്തെ സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ. അത് പാരായണം ചെയ്തവർക്ക് വേണ്ടിയിട്ട് 70,000 മലക്കുകൾ പാപമോചനം തേടുന്നുള്ളതാണ്. നിങ്ങളൊന്ന് നോക്കൂ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പാപങ്ങളാണ് നമ്മുടെ അടുത്ത് സംഭവിക്കുന്നത്. ഈ ബറാത്ത് രാവ് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെ വിശ്വാസികൾക്ക് നരകമോചനം നൽകുന്ന ഈ രാത്രിയിൽ നമ്മൾ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യണം. എനിക്ക് വേണ്ടി, ഇത് ഓതുന്ന നിങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തികൾക്കും വേണ്ടി, ഇത് ഓതുന്ന ഉപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരാൾക്ക് 70,000 മലക്ക് പൊറുക്കലിനെ ചോദിക്കണം. ഇയാൾക്ക് പുറത്തു കൊടുക്ക്,
റഷീദിന് പുറത്തു കൊടുക്ക്, റഊഫിന് പുറത്തു കൊടുക്ക്, സൽമാന് പുറത്തു കൊടുക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി 70,000 മലക്കുകളുണ്ട്. വലിയ നേട്ടമല്ലേ അത്? അതും ഏത് ദിവസമാണ്? ബറാത്ത് രാവിൻ്റെ അന്നല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസാണ്. തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ യസ്തഗ്ഫിറു ലഹു സബൂന അൽഫ് മലക്ക്, 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്നുള്ളതാണ്. അന്നത്തെ ദിവസം പിന്നെ പ്രധാനമായി ചൊല്ലേണ്ട ഒരു ദുആ ആണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ളത്. അത് 100 തവണ ചൊല്ലണം. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ സൂ അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ഒരു ദുആ ഇതും 70 തവണ ചൊല്ലണം. അപ്പോൾ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ സൂ അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ്, അത് 70 തവണ. അതേപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ളത് 100 തവണ അത് ചൊല്ലണം. അതേപോലെ വേറെയും ചില ദിക്റുകൾ ചൊല്ലാനുണ്ട്. ഈ യാ ഹയ്യു യാ ഖയ്യൂം, ഈ ഹയ്യ് എന്ന് പറഞ്ഞ ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഇസ്മാണ്, ഇസ്മുൽ അഅ്ളമാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഈ ദുആ കൊണ്ടായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിച്ചായിരുന്നു ആ പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആസഫ് ബിൻ ബർഹിയ നമുക്കറിയാം, അവർ ബിൽഖിസ് രാജ്ഞിയുടെ ആ ഒരു സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ ലമ്മ അറാദ അൻ യഅ്തിയ ബിഅർശി ബിൽഖീസ് ഇലാ സുലൈമാൻ ദഅ ബിഖൗലിഹി യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന വാക്യം കൊണ്ടാണ് അതിലേക്ക് മുന്നിട്ടിരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത്. ഈ ഫിറഔനുമായി ബന്ധപ്പെട്ട് മഹാനരായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസം അനുഭവിച്ചപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദുആ ചെയ്തത് ഈ ഒരു ദുആ കൊണ്ടാണ്. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രിയിൽ നാം ഇത് നന്നായിട്ട് ചൊല്ലണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് പറയുന്നത് അത് 100 തവണ ചൊല്ലണം. പിന്നെ ഒരു സ്വലാത്ത് 100 തവണ ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ ചൊല്ലും, നിങ്ങൾ മജ്ലിസിൽ കൃത്യമായി പങ്കെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു ദുആ ഉണ്ട്, ആ ദുആ ചൊല്ലേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. ഞാനത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ ദുആ അന്നത്തെ ദിവസം പ്രധാനമായിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആ ആണ്. ഇൻഷാ അല്ലാഹ് ഇതും കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ ഹബ് ലനാ ഖൽബൻ തഖിയ്യൻ നഖിയ്യൻ മിനശ് ശിർക്ക് ബരീഅൻ ലാ കാഫിറൻ വലാ ശഖിയ്യൻ. അല്ലാഹുമ്മ അഹ്യിനാ ഹയാത്തസ് സുഅദാ വഅമിത്നാ മൗതശ് ശുഹദാ വഹ്ശുർനാ ഫി സുംറത്തിൽ അംബിയാഇ വൽ അസ്ഫിയ. اللهم إن كنت كتبت اسمي في ديوان السعداء فلك الحمد ولك الشكر وإن كتبت اسمي في ديوان الأشقياء فامح عني اسم الشقاوة فامح عني اسم الشقاوة واثبتني في ديوان السعداء. വളരെ നല്ല അർത്ഥമുള്ളൊരു ദുആയാണ്. അല്ലാഹുവേ, എന്നെങ്ങാനും നീ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ അല്ലാഹുവേ, നീ എന്നെ വിജയിയുടെ കൂട്ടത്തിലേക്ക് മാറ്റി എഴുതണമേ. വിജയി എന്ന് പറഞ്ഞിട്ട് വളരെ സവിശേഷമേറിയ ദുആ. ഇതിൻ്റെ ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മളിത് അന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഡിസ്പ്ലേയിൽ കാണിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ ദുആ ചെയ്യാൻ പറ്റും. അല്ലാഹു നമുക്ക് വലിയ ഇസ്സത്ത് നൽകട്ടെ, വലിയ ആഫിയത്ത് നൽകട്ടെ. ഈ ബറാഅത്ത് രാവ് നഷ്ടപ്പെടുത്തരുതേ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നൊരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബറാഅത്ത് രാവിൻ്റെ പകലിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ദുആകളും ദിക്റുകളും അന്നത്തെ രാവിലെ ചൊല്ലേണ്ടതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ചൊല്ലുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അന്നത്തെ മജ്ലിസിൽ പ്രത്യേകമായിട്ട് പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.